എന്റെ അമ്മാവ, നിങ്ങൾ പറഞ്ഞത് ഈ കുളം കാലിയാണെന്നല്ലേ? എന്നിട്ടിപ്പോ വെള്ളം നിറഞ്ഞു കിടക്കുവാണല്ലോ. അപ്പൊ പിന്നെ ഇത് എന്തുകൊണ്ടാ നിറഞ്ഞത്? ഇത് വെള്ളം കൊണ്ടാ നിറഞ്ഞത്. എന്റെ പൊന്നോ, കുളം വെള്ളം കൊണ്ടല്ലാതെ പിന്നെ സർബത്ത് കൊണ്ടൊന്നും നിറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സർവത്തോണ്ട് നിറയ്ക്കാൻ പറ്റോ? അങ്ങനൊന്നും നിറയ്ക്കാൻ പറ്റില്ല. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സമയം കളയരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? വെറുതെ സമയം കളയരുത്. എനിക്ക് വേറെ ജോലിയുണ്ട്. ഞാനൊരു ഓഫീസറും കൂടിയാണ്. ഒരു ഫോറസ്റ്റ് ഓഫീസർ ആകുമ്പോ കാട് മുഴുവൻ സംരക്ഷിക്കേണ്ടി വരും. അതായത് ചെടികൾ നടുക, മരങ്ങൾ സംരക്ഷിക്കുക, പിന്നെ ജീവജാലങ്ങളെ നോക്കുക, വേട്ടക്കാരെ തടയുക, പിന്നെ മരം വെട്ടുന്നവരെ പിടിക്കുകയും വേണം. ഇങ്ങനെ 2 മണിക്കൂറൊക്കെ നിങ്ങളോടൊപ്പം ചെലവഴിച്ചാല് ബാക്കിയുള്ള ജോലികൾ ആരാ ചെയ്യുക? സാർ, ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഈ കുളം നിറഞ്ഞു കിടക്കായിരുന്നു. രാവിലെ ആണെങ്കിൽ വറ്റി കിടക്കുന്നു. ഇപ്പതാ വീണ്ടും നിറഞ്ഞിരിക്കുന്നു. സംശയമുണ്ടോ? ദേ, ഓരോന്ന് പറഞ്ഞ് വെറുതെ എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ. ഇങ്ങനെ മണ്ടത്തരം പറയുന്ന താൻ ചിലപ്പോ ഒരു കഴുതയായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്നെ ആക്കാനും നോക്കണ്ട. സാറൊരു മനുഷ്യനല്ലേ? നിന്ന നിപ്പിൽ പെട്ടെന്ന് എങ്ങനെയാ കഴുതയാക്കുന്നേ? നിങ്ങളോട് തർക്കിക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. മനസ്സിലായോ? സാറേ, പോപ്പട്ട് പറയുന്നത് ശരിയാണ്. അങ്ങനെയാ സംഭവിച്ചത്. അതെങ്ങനെയാ സംഭവിക്കുന്നത്? സൗകര്യത്തിനനുസരിച്ച് വറ്റിച്ചിടാനും നിറച്ചിടാനും ഇതൊരു കുളമല്ലേ, അല്ലാതെ വലിയ ടാങ്ക് ഒന്നുമല്ലോ. ഒരു കാര്യം കൂടെ, ഇനി മേലാൽ ഇതുപോലുള്ള കംപ്ലൈന്റ് ആയിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിടിച്ച് അകത്തിടും. കുളത്തിനകത്താണ്. നിലയിൽ ഇവിടുത്തെ ഗ്രാമവാസികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇനി ആരും തന്നെ ആ പ്രേതബാധയുള്ള കുളത്തിനടുത്തേക്ക് പോകരുത്. അമ്മാവ, അതെങ്ങനെയാ കുളത്തിന് പ്രേതബാധ ഉണ്ടാവുന്നേ? പ്രേതങ്ങളാണെങ്കിൽ അവർ കുളത്തിൽ അങ്ങനെ താമസിക്കില്ലല്ലോ. നേരെ ഗ്രാമത്തിലേക്ക് വരില്ലേ? സംശയമുണ്ടോ? ഗ്രാമത്തിലെത്തി. എല്ലാവരും ഓടിക്കോ, ഓടിക്കോ, എല്ലാവരും ഓടിക്കോ. അയ്യോ, ആരും ഓടണ്ട. അത് പ്രേതമല്ല, നന്ദനാണ്. മനുഷ്യന്റെ ജീവൻ അങ്ങ് പോയി. നീ ആ മരത്തിന്റെ മുകളിൽ എന്ത് ചെയ്യായിരുന്നു? അച്ഛനല്ലേ പല്ല് തേക്കാൻ മാവിന്റെ കൊമ്പ് വേണമെന്ന് പറഞ്ഞത്? ലാവിലാണോടോ വിവരദോഷി? പല്ല് തേക്കാനുള്ള മരത്തിന്റെ കൊമ്പ് തേടുന്നേ. വെറുതെ നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രേതം കാരണം ഉള്ളതല്ലെന്ന് നമ്മളിപ്പോ നേരിട്ട് കണ്ടു. അപ്പൊ പിന്നെ ആ കുളത്തിന്റെ കാര്യമോ? അതിന്റെ പുറകിൽ പ്രേതം തന്നെ ആകാനല്ലേ സാധ്യത? ദാ നോക്ക്, രാത്രിയിൽ ആരും തന്നെ വീട് വിട്ട് പുറത്തിറങ്ങാനേ പാടില്ല. എടാ, ഇവന്മാർ നമ്മുടെ രഹസ്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇവന്മാരെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. എടാ മണ്ടന്മാരെ, ഞങ്ങൾ ഓടാൻ വന്നതല്ല, നിന്നെയൊക്കെ പപ്പടമാക്കാൻ വന്നതാ. വാച്ചൊക്കെ പപ്പടമാക്കിയോ? അപ്പൊ പിന്നെ തന്റെ ചീത്ത സമയം തുടങ്ങിയെന്നാ എനിക്ക് തോന്നുന്നത്. മര്യാദക്ക് നിർത്തിക്കോ. നിയമത്തിന് മുന്നിൽ കീഴടങ്ങുന്നതാണ് എല്ലാവർക്കും നല്ലത്. സംശയമുണ്ടോ? ഈ പീറത്തത്തെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാ പറയുന്നേ? അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ. എന്റെ കാട്ടുമുത്തപ്പ, ഞാൻ എന്തൊക്കെയാ ഈ കാണുന്നത്? എല്ലാം കള്ളക്കടത്ത് മുതലാ. സംശയമുണ്ടോ? അത് ശരി, ഞാനിവിടെ ഫോറസ്റ്റ് ഓഫീസർ ആയിരിക്കുമ്പോ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും അനുവദിക്കില്ല. മനസ്സിലായോ? ഇത്രയും നാളെ ഇവന്മാർ കള്ളം തന്നെയാ ചെയ്തോണ്ടിരുന്നേ. ഇവന്മാരെ ഉപദേശിക്കണ്ട, ശിക്ഷിച്ചാ മതി. ഇവിടെ ഫോറസ്റ്റ് ഓഫീസർ ആയിട്ട് വരുന്നതിന് മുന്നേ ഞാൻ എന്റെ നാട്ടിലൊരു ഗുണ്ടയായിരുന്നടാ. അറിയോ നിനക്ക്?
അപ്പൊ പിന്നെ സാറെങ്ങനെ മിസ്റ്റർ മാൽവൻകർ ആയത്? അയ്യോ, എന്റെ ഒറിജിനൽ പേരാ ഈ കാണുന്നത്. ഗുണ്ട എന്നതൊരു പേരല്ല. മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ മിസ്റ്റർ പോഞ്ഞിക്കരൻ ഞാനായിരുന്നു. എന്നാ പിന്നെ സർനെയിമിനൊപ്പം പോഞ്ഞിക്കരെന്ന് കൂടി ചേർക്കായിരുന്നില്ലേ? ഓ, പോഞ്ഞിക്കരൻ ആരെങ്കിലും പേരിന് കൂടെ ചേർക്കോടാ മണ്ട. സമയം വേസ്റ്റ് ചെയ്യാതെ നീ പോയി ഇടിക്ക് പോ. പോ ഇടിക്ക്. വേഗം വാ, ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അഥവാ ജോലി മാറ്റുന്നെങ്കിൽ പിന്നെന്തിനാ പാനിപ്പൂരി കച്ചവടം? ഒരു റെസ്റ്റോറന്റ് തുടങ്ങ്. എന്ത് റെസ്റ്റോറന്റോ? അതെ, ഈ വഴിയിലിട്ട് വിൽക്കുന്ന ഈ സാധനങ്ങളെല്ലാം റെസ്റ്റോറന്റ് തുടങ്ങിയ നമുക്ക് നല്ല വിലക്ക് വിൽക്കാം. ആഹാ, നിങ്ങൾ എന്റെ തലച്ചോറുന്ന ഭണ്ഡാരത്തിനുള്ളിൽ ഐഡിയ എന്ന നാണയത്തൊട്ടുകൾ നിറച്ചു. ഇനി ഞാനൊരു റെസ്റ്റോറന്റ് തുറക്കും. എന്റെ മനസ്സ് പറയുന്നു, നിങ്ങളെല്ലാം പൊതുതീരും വരെ കെട്ടിപ്പിടിച്ച് ഉമ്മതരണം. ഇവിടെ വരൂ. കൂട്ടുകാരെ, ബാലവൈദ്യരുടെ കൈ കിട്ടിക്കഴിഞ്ഞ പിന്നെ അയാൾ ഉമ്മ വെച്ച് എല്ലാരെയും കൊല്ലും. ഓടിക്കോ. എന്തായാലും കൊള്ളാം. ഇനി ഞാൻ പുതിയൊരു റെസ്റ്റോറന്റ് തുടങ്ങും. ഇവിടെ വരൂ പ്രിയജനങ്ങളെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കൂ. സഹോദരി സഹോദരന്മാരെ, മുത്തശ്ശി മുത്തശ്ശ, ചേച്ചി ചേട്ടാ, ഇവിടെ വരൂ.